സ്ലൊവേനിയയിൽ സമ്മർ ആകുമ്പോഴത്തേക്ക് നമുക്ക് വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു 1.5 ആഴ്ചയ്ക്ക് ശേഷം എനിക്ക് ഇന്നാണ് ഒരു പ്രോപ്പർ ഓഫ് ഡേ കിട്ടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങ് മന്തിയാക്കാമെന്ന്. കാരണം വേറെ ഒന്നുമില്ല, മര്യാദയ്ക്ക് ഒരു ഫുഡ്, നാട്ടിലെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് സമയം കിട്ടാത്ത തന്നെയാണ് മെയിൻ കാരണം. വർക്ക് കഴിഞ്ഞ് വന്നാൽ പിന്നെ നമുക്ക് അതിനൊന്നും ഒരു എനർജി ഉണ്ടാകത്തില്ല. പിന്നെ സ്ലൊവേനിയയിൽ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഓപ്ഷൻസ് കുറവാട്ടോ. നമുക്ക് മന്തിയൊന്നും കിട്ടാൻ ഒരു വഴിയില്ല. പിന്നെ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കണം, അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല ഇവിടെ. പിന്നെ നമ്മൾ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് റെസിപ്പിയൊക്കെ നമ്മൾ കണ്ട് നോക്കിയാണ് ചെയ്യുന്നത്. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വർക്ക് കഴിഞ്ഞ് വരുന്നത്. ഞാൻ അവൾ ഒരുമിച്ചാണ് താമസമെങ്കിലും, ഒരേ അപ്പാർട്ട്മെൻറ്റിലാണ് താമസമെങ്കിലും ഞാൻ അവളെയോ അവൾ എന്നെയോ ഡെയിലി ഒന്നും കാണാറില്ല. വർക്ക് തന്നെയാണ് മെയിൻ കാരണം. ഞാൻ വർക്കിന് പോകുമ്പോൾ അവൾ കിടന്നുറങ്ങുമായിരിക്കും, അവൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ വർക്കിന് പോകും. ഇതാണ് അവസ്ഥ ശരിക്കും പറഞ്ഞാൽ. ഇന്നെന്തായാലും ഞാൻ ഓഫായുണ്ട് കേട്ടോ. അവൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ഫുഡൊക്കെ ആക്കി വെച്ചിരുന്നത്. നമ്മൾ പുറത്ത് താമസിക്കുമ്പോൾ നമുക്കൊരു ഫ്രണ്ട്സ് ഗ്യാങ് എപ്പോഴും നമ്മുടെ കൂടെ വേണം. അന്ന് ടൈം മുതൽ ഞാനും ചിന്നുവും ഒരുമിച്ചുള്ളതാണ്. അന്ന് മുതൽ നമ്മളിപ്പോഴാണ്, ഈ വർഷം മുതലാണ് ഒരുമിച്ച് ഒരു അപ്പാർട്ട്മെൻറ്റിലായെങ്കിലും അന്ന് മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. അന്ന് മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. നമ്മളിവിടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് ഒരിക്കലും പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞ് അവർക്ക് ഓടിയെത്താൻ കഴിയത്തില്ല. എപ്പോഴും നമുക്കിവിടെ ആൾക്കാർ വേണം. അത് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത്. എനിവേ, വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.